ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്ത്, ഉമർ ഇബ്നു ഖത്താബിന്റെ കാലത്തൊക്കെ അവിടുത്തെ ഗവർണറായിട്ട് നിൽക്കുന്നത് മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളെ ഭരിച്ചിട്ടുള്ള ഭരണകർത്താക്കളിൽ ഏറ്റവും പ്രഗത്ഭനായ ഭരണകർത്താക്കളാണ് അദ്ദേഹം. ഹകമൽ മുസ്ലിമീന 40 സന, 40 കൊല്ലാണ് മുസ്ലിമീങ്ങളെ അദ്ദേഹം ഭരിച്ചിട്ടുള്ളത്. 40 കൊല്ലം. 20 സനത്തൻ അമീറ വ20 സനത്തൻ ഖലീഫ, 20 കൊല്ലം അമീറായിട്ട് ഗവർണറായിട്ട് ഭരിച്ചു മറ്റ് ഖലീഫമാരുടെ കീഴിൽ. 20 കൊല്ലം അദ്ദേഹം സ്വതന്ത്രമായ ചുമതല, സ്വതന്ത്രമായ ഖലീഫയായിട്ട് ഭരിച്ചു. അതുകൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, 4 ഖുലഫാഉർ റാഷിദീങ്ങൾ എണ്ണിയിട്ട് അൽ ഖലീഫത്തുൽ ഖാമിസ് എന്നെണ്ണണമെങ്കിൽ മുആവിയനെ എണ്ണണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ എണ്ണരുത്, ശരിയല്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ആള് താബിഈ വര്യനാണ്. റഹിമഹുല്ലാഹ്, നഹ്തരിമു നുക്രിമു നുഹിബ്ബു വനഖ്തദി ആഥാറ. പക്ഷേ അദ്ദേഹം സഹാബി വര്യനല്ല. സഹാബി വര്യനും താബിഈയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്താ പറഞ്ഞിട്ടുള്ളത്? അഹ്മദ് ബിൻ ഹംബലിന്റെ ഖൗൽ അനുസരിച്ച് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ മൂക്കിലുള്ള ഒരു പൊടിയുടെ വില ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് കിട്ടൂല. എന്തുകൊണ്ട്? സഹാബിയും സഹാബി അല്ലാത്ത ആളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഏറ്റവും അദ്നാ മർത്തബ, ഏറ്റവും താഴെ പദവിയിൽ കിടക്കുന്ന ഒരു സഹാബി താബിഈങ്ങളുടെ കൂട്ടത്തിൽ അഅ്ലാ മർത്തബ, ഏറ്റവും ഉയർന്ന പദവിയിൽ കിടക്കുന്ന ഒരു താബിഈയെക്കാളും എത്രയോ 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 ഉന്നതാണ്. കാരണം റസൂലുള്ളാഹിന്റെ കൂടെ ഒരു യാമമെങ്കിലും കാണാനും സഹവസിക്കാനും ഭാഗ്യം കിട്ടിയാൽ അതൊരു ഏറ്റവും വലിയ ഹസനത്താണ്. അതിനെ മറികടക്കുന്ന ഒരു ഹസനത്ത് വേറൊരാൾക്ക് ചെയ്യാൻ കഴിയില്ല. എന്നാൽ മുആവിയ അതുമല്ല. മുആവിയ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്യ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള അഹദു കതബത്തിൽ വഹ്യ് ഏറ്റവും അധികം രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകളിൽ സയ്യിദ് ഇബ്നു സാബിത്ത്, അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു തആല അൻഹു, അവർ രണ്ടുപേരുമാണ് ഏറ്റവും അധികം വഹ്യ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഇൽമ് പകർന്നു കൊടുക്കാനും അദ്ദേഹത്തിന് പരലോകത്ത് ശിക്ഷയിൽ നിന്ന് രക്ഷ കൊടുക്കാനും വേണ്ടി അല്ലാഹു പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രത്യേകമായിട്ട് ദുആ ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇൽമ് ഉണ്ടായിരുന്നു, ധാരാളം ഇൽമ്. അതുകൊണ്ട് പിൽക്കാലത്ത് ഒരു പ്രശ്നം വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം സംവദിച്ചിരുന്നത്, അഭിസംബോധന ചെയ്തിരുന്നത് ഐന ഉലമാഉക്കും യാ അഹ്ലൽ മദീന, മദീനയിലെ ഉലമാക്കളെ എവിടെ നിങ്ങൾ എന്ന് ചോദിച്ചിട്ടാണ് ഉലമാക്കളോട് സംവദിക്കുന്ന മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അദ്ദേഹത്തിന്റെ ആ യോഗ്യത മുന്നിൽ നിർത്തിയിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിന് ശേഷം പിന്നീട് ഹസൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് ഖിലാഫത്ത് കിട്ടി. ഹസൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷഹാദത്തിന് ശേഷം, രക്തസാക്ഷ്യത്തിന് ശേഷം പിന്നെ കുറെ ആളുകൾ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ അധികാരം ഏൽപ്പിച്ചു. 6 മാസം അദ്ദേഹം ഇങ്ങനെ നോക്കി നിന്നു. 6 മാസം കഴിഞ്ഞപ്പോ അദ്ദേഹം എന്തു ചെയ്തു? മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന് ഈ അധികാരം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു, തനാസുൽ ചെയ്തു കൊടുത്തു. ഇല്ല, മുസ്ലിമീങ്ങളെ ഭരിക്കാൻ പ്രാപ്തനും യോഗ്യനുമായിട്ടുള്ളത് മുആവിയയാണ്. എനിക്ക് ഖിലാഫത്തിൽ ആരൊക്കെ എന്നെ ഖിലാഫത്തിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടോ ആ അധികാരം, ഖിലാഫത്തിന്റെ ചുമതല, അതിന്റെ അധികാരം എനിക്കുള്ളത് മുഴുവനും ഞാനിതാ വിട്ടൊഴിഞ്ഞ് ഖലീഫ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ സ്വമനസ്സാലെ സന്തോഷത്തോടെ ഏൽപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം അന്നത്തതോട് കൂടിയിട്ട് സാക്ഷാത്കരിച്ചു. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ ചൂണ്ടിയിട്ടാ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ബിനി ഹാദാ സയ്യിദ്, എന്റെ ഈ മോനില്ലേ, ഈ കുട്ടി ഹസൻ, എന്റെ പേരക്കുട്ടി. ആരാ? ഹസനും ഹുസൈനും. വഹുമാ, അവർ രണ്ടുപേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈഹാനത്തായ, എന്റെ 2 റൈഹാനത്തുകളാണ് എന്നാ പറഞ്ഞത്. എന്നല്ല, സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരായിരിക്കും അവരെന്നാ പറഞ്ഞത്. അവരിൽ ഒരാളായ ഹസനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, എന്റെ ഈ കുട്ടി ഒരു സയ്യിദാണ് കേട്ടോ, സയ്യിദ്, അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. എന്റെ ഈ മകൻ സയ്യിദാണ്. അതിന്റെ ക്വാളിറ്റി എന്താണെന്നറിയോ നിങ്ങള്? ഈ മകൻ മുഖേന മുസ്ലിങ്ങളിൽ നിന്ന് വിഘടിച്ചു നിൽക്കുന്ന 2 കക്ഷികളെ
അള്ളാഹു ഏകോപിപ്പിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം ഖിലാഫത്തിൽ തനിക്കുള്ള അവകാശം മുആവിയക്ക് വിട്ടൊഴിഞ്ഞു കൊടുത്തു. അതോടുകൂടി ഖിലാഫത്തിന്റെ വിഷയത്തിൽ അന്നുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം തീർന്നു. ആ വർഷം ഹിജ്റ 41 ഇസ്ലാമിക ചരിത്രത്തിൽ ആമുൽ ജമാഅ, ഐക്യത്തിന്റെ വർഷം എന്ന വർഷത്തിന് പേരുണ്ട്. ആ മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നല്ല ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് 40 വർഷത്തിൽ പ്രജകളിൽപ്പെട്ട ഒരാള് ഒരു കലാപം അദ്ദേഹത്തിനെതിരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അസംതൃപ്തരായ വിഭാഗങ്ങൾ ഉണ്ടാകാതെ പ്രജകളെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതൊരു സിയാസത്താണ്, അതൊരു വല്ലാത്ത ഒരു ഭരണ പാഠമാണ്. മുആവിയന്റെ കാലത്ത് റളിയല്ലാഹു അൻഹു ഒരു ഇൻസർജൻസി ഉണ്ടായിട്ടില്ല, അസംതൃപ്ത വിഭാഗങ്ങൾ ഉണ്ടായിട്ടില്ല. വല്ലാത്ത ഭരണമാണ് അദ്ദേഹത്തിന്റെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണം നമ്മൾ പറയും അതേപോലെ പുകഴ്ത്തപ്പെടേണ്ട ഒരു ഭരണമാണ് സഹാബി വര്യനായ മുആവിയ റളിയല്ലാഹു അൻഹു. കതബത്തുൽ വഹയിൽപ്പെട്ടിട്ടുള്ള ആളാണ്. ഖാലുൽ മുസ്ലിമീൻ, ഖാലുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഖാലാണ്, അമ്മാവനാണ്. നമ്മളെ എങ്ങനെ മുസ്ലിമീങ്ങളുടെ അമ്മാവനാകുന്നത്? റസൂലുള്ളാഹിന്റെ പത്നിമാരെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? വഅസ്വാജുഹു ഉമ്മഹാതുകും, റസൂലുള്ളാഹി വിവാഹം ചെയ്തിട്ടുള്ള സ്ത്രീകൾ, റസൂലുള്ളാഹിന്റെ പത്നിമാർ, റസൂലുള്ളാഹിന്റെ നിര്യാണ ശേഷം നിങ്ങൾക്ക് വിവാഹം ചെയ്യാവുന്നവരല്ല, അവര് നിങ്ങളുടെ ഉമ്മമാരാണ്. സ്വന്തം ഉമ്മയെ, പെറ്റുമ്മയെ എങ്ങനെ നിങ്ങൾ ബഹുമാനിക്കും, ഏതു പരിഗണന നൽകും, അതേ പരിഗണന നിങ്ങൾ നൽകണം. അപ്പോ അങ്ങനെയുള്ള ആ ഉമ്മമാരുടെ ആങ്ങളമാര് നമ്മുടെ അമ്മമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു അബൂ സുഫിയാന്റെ മകൾ ഉമ്മു ഹബീബ. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ ഉമ്മു ഹബീബ. ഉമ്മു ഹബീബയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. നബി വെറുതെ വിവാഹം കഴിക്കൂല. ഒരു ചീപ്പ് തറവാട്ടിൽ പോയിട്ട് നബി കല്യാണം കഴിക്കൂല. നബി കല്യാണം കഴിക്കുന്നത് ഉസ്റ ത്വാഹിറ, ഉസ്റത്തു ഖദാസത്തിൻ, പരിശുദ്ധിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് നബി കല്യാണം കഴിക്കുള്ളൂ. അവരെ പരിശുദ്ധി കേൾക്കണോ? അവരെ പരിശുദ്ധി, ആ കുടുംബത്തിന്റെ പരിശുദ്ധി കേൾക്കണോ നിങ്ങൾക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയത്തിന് ശേഷം ആളുകൾ വന്നിട്ട് റസൂലുള്ളാഹിക്ക് ബൈഅത്ത് കൊടുക്കുകയാണ്. മുസ്ലിമീങ്ങളോട് ബൈഅത്ത് വാങ്ങാൻ വേണ്ടി അള്ളാന്റെ കൽപ്പന വന്നു. ആ കൽപ്പന പ്രകാരം മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും വന്ന് റസൂലുള്ളാഹിക്ക് ബൈഅത്ത് നൽകുന്നു. ആണുങ്ങളാണെങ്കിൽ കയ്യിൽ കൈവെക്കും, അല്ലെങ്കിൽ ഒരു താലത്തിൽ വെള്ളം നിറച്ചിട്ട് ആ വെള്ളം നിറച്ച താലത്തിൽ റസൂലുള്ളാഹിന്റെ കൈയുണ്ടാകും, സ്ത്രീകളുടെ കൈ അപ്പുറത്തുണ്ടാകും. അങ്ങനെ ബൈഅത്ത് നൽകുന്ന സമയത്ത് ഖുർആനിൽ അല്ലാഹു കൽപ്പിച്ച കൽപ്പന പ്രകാരം അവർ ശിർക്ക് ചെയ്യില്ല. അങ്ങനെ ഓരോ കാര്യത്തിലും ബൈഅത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ വലാ യസ്നീൻ, അവര് വ്യഭിചരിക്കില്ല, ഇനി ഞങ്ങൾ വ്യഭിചരിക്കില്ല എന്ന് ബൈഅത്ത് നൽകണം. അപ്പൊ ഉമ്മു ഹബീബ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? അത് പറയേണ്ടടുത്ത് ഉമ്മു ഹബീബ റസൂലുള്ളാഹിനോട് ചോദിച്ചു, അവതസ്നിൽ ഹുറത്തു യാ റസൂലല്ലാഹ്, അവതസ്നിൽ ഹുറത്തു യാ റസൂലല്ലാഹ്, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സ്ത്രീ അവര് വ്യഭിചരിക്കും നബിയെ? വ്യഭിചാരം എന്നുള്ളത് അടിമപ്പെണ്ണുങ്ങളുടെ, വെപ്പാട്ടികളെ പണിയല്ലേ? ഞങ്ങള് തറവാട്ട് പറഞ്ഞ സ്വതന്ത്ര സ്ത്രീകൾ ഞങ്ങൾ വ്യഭിചരിക്കുന്നതാണോ നിങ്ങൾ കരുതുന്നത്? അതിന്റെ അർത്ഥം എന്താ? വഇന്നമാ തനിമ്മു അൻ ത്വഹാറത്തിഹാ വഖദാസത്തിഹാ വതുഹരിഹാ റളിയല്ലാഹു അൻഹാ വഅർളാഹാ, അത്രയും വിശുദ്ധിയുള്ളവരാണ് അവർ. ആ വിശുദ്ധിയുള്ള കുടുംബത്തിൽ നിന്ന് പരിശുദ്ധവതിയായ ഉമ്മു ഹബീബയെ റസൂലുള്ളാഹി വിവാഹം ചെയ്തത് തീർത്തും യോഗ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഉമ്മു ഹബീബയുടെ ആങ്ങള മുആവിയ ഖാലുൽ മുസ്ലിമീൻ, ഖലീഫത്തുൽ മുസ്ലിമീൻ, ഇമാമുൽ മുസ്ലിമീൻ, അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, വലിയ ഭരണകർത്താവായിരുന്നു. മുആവിയ വളരെ ദൂരത്തേക്ക് കാര്യങ്ങൾ കാണും. അബ്ദുല്ലാഹി ഇബ്നു സബൈനെ കണ്ടപ്പോ ആദ്യത്തെ നിമിഷം തന്നെ പറഞ്ഞു വണ്ടി വിട്ടോളാൻ പറഞ്ഞു. മൂപ്പർ അവിടെ തോനെ പണിയെടുക്കാൻ സംഭവിച്ചില്ല, സ്ഥലം പിടിപ്പിച്ചു. കാരണം ഫിത്ന ഇവിടെ വേണ്ട, അത് വേറെ നടക്കണോടത്ത് ഓടിനോടത്ത് ഒട്ടിയാൽ മതി, ഇവിടെ വേണ്ട, അവിടുന്ന് സ്ഥലം വിട്ടു. പിന്നെ അദ്ദേഹം പോയത് ഈജിപ്തിലാണ്. ഈജിപ്ത് ചെന്നു, അവിടുന്ന് കുറെ മൂപ്പര് ഇതേമാതിരി കുറെ കാര്യം പിന്നെ അവിടെ നിന്നിട്ടാണ് കളികളൊക്കെ നടത്തിയത്. കുറെ ആൾ അവിടെയും കിട്ടി. എന്നിട്ട് മെസഞ്ചർമാരെ വിടും. മദീനത്ത് നിന്ന് കത്ത് വന്നിട്ടുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് പറയുന്ന ഭരണാധികാരി വലിയ അക്രമിയാണ്, വലിയ സ്വജനപക്ഷപാതിയാണ്, വലിയ അഴിമതിക്കാരനാണ്. അഴിമതിയാണല്ലോ, എന്തിനും അഴിമതി. രണ്ട് കാര്യമാണ് ആളെ താഴ്ത്താൻ ഉപയോഗിക്കുക, ഒന്ന് പെണ്ണും മറ്റൊന്ന് അഴിമതി. മനസ്സിലായില്ലേ?
കേരളത്തിന്റെ രാഷ്ട്രീയം നിങ്ങൾ എടുത്തു നോക്കി, കലുഷിതം ഈ രണ്ട് വാക്കിലാണ്. പറയാൻ പറ്റാത്ത വെറും അഡൽട്ട് ഓൺലി പൊളിറ്റിക്സ് കേരളത്തിൽ ഉണ്ടാക്കിയത് ഈ രണ്ട് കാര്യം വെച്ചിട്ടാണ്. അഴിമതി അതേമാതിരി ഇതൊന്നും തുടങ്ങിയല്ല, പഴയ സാധനം തന്നെയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സ്വജനപക്ഷപാതിയാണ്, അഴിമതിക്കാരനാണ്. ആരാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾക്ക് അറിയോ? ഒരു സൈന്യത്തെ അയച്ച ആളാണ്. ഒരു സൈന്യത്തെ മുഴുവൻ ചെലവെടുത്തിട്ടുള്ള ആളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഒരിക്കൽ വരികയാണ് ഷാമിൽ നിന്നൊരു കച്ചവട സംഘം, വലിയൊരു കച്ചവട സംഘം. ഒരു നാട്ടിന് ഒരു സീസൺ മുഴുവൻ ജീവിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കളുമായിട്ട്, അവശ്യ വസ്തുക്കളുമായിട്ടാണ് കച്ചവട സംഘം വരിക. 6 മാസം അല്ലെങ്കിൽ 4 മാസം മദീന എന്നുള്ള പട്ടണത്തിലുള്ള എല്ലാ ആളുകൾക്കും ജീവിക്കാനുള്ള മുഴുവൻ അവശ്യ വസ്തുക്കളുമായിട്ട് വന്നൊരു കച്ചവട സംഘം. ആരുതാണ് ആ കച്ചവട സംഘം? ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ആണ്. ആർക്കും എന്തില്ല, പട്ടിണിയുണ്ട്, അങ്ങേയറ്റത്തെ പട്ടിണിയിലാണ്. അപ്പൊ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് പറഞ്ഞു, ഇതിലുള്ള വസ്തുക്കൾ താങ്കൾ ഷാമിൽ നിന്ന് വാങ്ങിയതിന്റെ ഇരട്ടി വില തരുമോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞു, തരൂല, അത്ര പോരാ ലാഭം, അതിലധികം എനിക്ക് ഓഫർ ഉണ്ട്. അപ്പൊ വേറെ ആള് പറഞ്ഞു, ഒരു 5 ഇരട്ടി തരാം. അങ്ങനെ 5 ഇരട്ടി വരെ പറഞ്ഞു, 3 ഇരട്ടി, 4 ഇരട്ടി, 5 ഇരട്ടി. ഇല്ല, തരൂല, അതിലധികം എനിക്ക് ഓഫർ ഉണ്ട്. എന്താണ് ഓഫർ അറിയോ? നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ 7 മുതൽ 70 ഇരട്ടി വരെ അല്ലെങ്കിൽ അതിലധികം അള്ളാഹ് നിങ്ങൾക്ക് അവിടുന്ന് തരും. അതുകൊണ്ട് തന്നെ ഈ കച്ചവട സംഘം ഇത് കൊണ്ടുവന്നിട്ടുള്ള മുഴുവനും അത് ഫീ സബീലില്ലാഹ്, മദീനയിലുള്ള ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വിറ്റിട്ടുണ്ട്, വെറുതെ കൊടുത്തു. അദ്ദേഹം അന്ന് കുഴിച്ചിട്ടുള്ള ബീറു ഉസ്മാൻ ഇന്ന് മദീനത്തുണ്ട്. അതാ ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കുറിച്ചിട്ടാണ് പറയാ, എന്ത് അദ്ദേഹം അഴിമതിക്കാരന. അല്ലദീ യസ്തഹീ മിൻഹുൽ മലായിക, ബക്ക ആയിട്ടുള്ള കരയുന്ന വളരെ ലജ്ജയുള്ള മലക്കുകൾ പോലും ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പറ്റിയിട്ട് അവിടെ അങ്ങനെ മർദ്ദനാണ്, ഇങ്ങനെ പീഡനമാണ്, അങ്ങനെ അഴിമതിയാണ്, ഇങ്ങനെ ഇതാണ് പറഞ്ഞിട്ട് കത്ത് വന്നു പറഞ്ഞിട്ട് ഇദ്ദേഹം മറ്റു സ്ഥലങ്ങളിലേക്ക് മെസ്സഞ്ചർമാരെ വിടും. ഇറാഖിക്ക് വിടും, സിറിയയിലേക്ക് വിടും, അത് അവിടെ നടക്കൂല. പിന്നെ യമനിലേക്ക് വിടും, അങ്ങനെ മദീനത്തേക്ക് വിടും, മക്കത്തേക്ക് വിടും, എല്ലായിടത്തേക്കും വിടും. അങ്ങനെ ആളുകളുടെ ഇടയിൽ അഴിമതിക്കതങ്ങനെ പരത്തി ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ മദീനയിലുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഖലീഫയുടെ ആ വലിയ ആ മർദ്ദനങ്ങളിൽ നിന്ന്, പീഡനങ്ങളിൽ നിന്ന് മദീനക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അഴിമതിക്കാരനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എല്ലാ നാട്ടിൽ നിന്നും കൂടി സൈന്യം, എല്ലാ നാട്ടിൽ നിന്നും ആളുകൾ ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് തീരുമാനാക്കി. അവരൊന്നായിട്ട് മദീനയിലേക്ക് ഒരു സമയത്ത് ഏതാണ്ട് ഒരുമിച്ച് ഒത്തുവന്നു. അങ്ങനെ മദീനയിൽ വന്ന് അവർ ഈ അഴിമതിക്കഥ പറഞ്ഞു. എന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ വീട് വളഞ്ഞു. 25 ദിവസമാണ് അല്ല 40 ദിവസമാണ്, ചരിത്രത്തിൽ 2 അഭിപ്രായമുണ്ട്. വീട്ടിൽ വളഞ്ഞു വെച്ചിട്ട് അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകാൻ വരെ അവരനുഭവിച്ചില്ല, നിസ്കരിക്കാൻ സമ്മതിച്ചില്ല, വീട്ടിലേക്ക് വെള്ളമോ അവശ്യ വസ്തുക്കളോ കൊടുക്കാൻ സമ്മതിച്ചില്ല. അവസാനം ഒരു ദിവസം സുബ്ഹ് നമസ്കരിച്ച് ആ മുസല്ലയിൽ തന്റെ ഭാര്യയോടൊപ്പം സുബ്ഹ് നമസ്കരിച്ച് മുസല്ലയിൽ ഇരുന്ന് ഖുർആൻ ഓതുമ്പോഴാണ് അവര് വീടിന്റെ ചുമര് ചാടി, വീടിന്റെ മതിൽ ചാടി അകത്ത് കയറി അദ്ദേഹത്തെ വെട്ടുകയും എന്നിട്ട് വലിച്ചിഴക്കുകയും ചെയ്തത്. അദ്ദേഹം രക്തസാക്ഷ്യം വരിച്ചു. റളിയല്ലാഹു അൻഹു അർളാഹ്. അതൊക്കെ ഉണ്ടാക്കി തീർത്തത് ഇദ്ദേഹമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന അഴിമതിക്കാരനെന്ന് വിട്ടാൽ അദ്ദേഹത്തിന്റെ രക്തസാക്ഷ്യത്തോടു കൂടി തീർന്നോ? ഇല്ല. പിന്നെ അതിലും വലിയ 2 ഫിത്നയാണ്.